സിനിമാ മേഖലയിൽ ഒരു പവർ ലോബിയുണ്ട്, ഒരു മാഫിയ, 15 സംഘമുണ്ട്. ആ സംഘമാണ് പല കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ തമ്പ്രാൻ വാഴ്ച. സത്യത്തിൽ നമ്മൾ ഈ അധോലോക കഥകളൊക്കെ കേട്ടിട്ടുള്ളത് കൂടുതലും സിനിമയിലാണ്. അത്തരത്തിൽ അധോലോക പ്രവർത്തനങ്ങളൊക്കെ ഈ സിനിമാ മേഖലയിലും ഉണ്ടെന്നാണോ വെളിപ്പെടുത്തലുകൾ പറയുന്നത് സായ്കുമാർ? റോഷ്നി, തീർച്ചയായും സിനിമയെ വെല്ലുന്ന ഒരു ക്രിമിനൽ ലോകത്തിൻ്റെ എണ്ണം പറഞ്ഞ കഥകളാണ്, വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ട് തന്നെ മനോഹരമായി ജസ്റ്റിസ് ഹേമ തുടങ്ങി വെക്കുന്നത് പുറമേ കാണുന്ന ആകാശവും നക്ഷത്രങ്ങളുമല്ല, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കഥകൾ കേട്ടാൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോകും. അതായത് പുറമേ കാണുന്ന മോടിയല്ല സിനിമാ ലോകം എന്നുള്ളത്, അതിൻ്റെ ഉള്ളിൽ ഭൂരിപക്ഷം വരുന്ന സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുകളാകട്ടെ, സ്ത്രീ അഭിനേതാക്കളാകട്ടെ, അവരൊക്കെ നേരിടുന്നത് കൊടിയ പീഡനങ്ങളാണ്, ചൂഷണങ്ങളാണ് എന്ന് തുറന്ന് പറയുന്ന, അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ടാണ് ഇന്ന് കേരളീയ പൊതുസമൂഹം ഇന്ന് ഉച്ച മുതൽ ചർച്ച ചെയ്യുന്നത്. റോഷ്നി നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷമെടുത്തു ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ, അതിലെ കഥകൾ പുറത്തു വരാൻ. ഇങ്ങനെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. ഇന്ന് ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് അതിലുള്ള കാര്യങ്ങൾ കേട്ട് കേരളം ഞെട്ടുന്നത്. സിനിമാ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് 15 പേരടങ്ങുന്ന ഒരു പവർ ലോബിയാണ്. തമ്പ്രാൻ വാഴ്ചയാണ് സിനിമയ്ക്കകത്ത് നടക്കുന്നത്. കാലം മാറി, സിനിമ മാറി, സിനിമയുടെ ടെക്നോളജി മാറി, പക്ഷേ സിനിമയ്ക്കകത്ത് നടക്കുന്നത് ഇപ്പോഴും ഉടമ ബന്ധമാണ്. അതായത് പല ആളുകൾക്കും മുകൾ തട്ടിൽ ഒരു രീതി, കീഴ്ത്തട്ടിലേക്ക് വരുമ്പോൾ മറ്റൊരു രീതി. അതിലേറ്റവും കൂടുതൽ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്, നടിമാരാണ്, ജൂനിയർ ആർട്ടിസ്റ്റുമാരാണ്. അവരെല്ലാവരും മണിക്കൂറുകളെടുത്ത് ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിൽ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വന്ന 280-ലധികം പേജ് വരുന്ന റിപ്പോർട്ടുകളിലുള്ളത്. അതിൽ ഓരോ ഗണ്ണികയിലും എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം റോഷ്നി, അവർ അനുഭവിക്കുന്ന പീഡനങ്ങളാണ്. നേരത്തെ വിനീതയും പ്രസാദും റോഷിപാലും ഒക്കെ പറഞ്ഞതുപോലെ കൊടിയ പീഡനങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്. ഇത് നിയന്ത്രിക്കുന്നത് ചില പ്രധാനപ്പെട്ട താരങ്ങളാണ്, അല്ലെങ്കിൽ അതിൽ ടെക്നീഷ്യൻസ് ആയാലും പ്രൊഡക്ഷൻ കൺട്രോളർമാരായാലും ഇവരൊക്കെ അടങ്ങുന്ന ഒരു ലോബിയുണ്ട്, അതിൽ സംഘടനകളുണ്ട്. സിനിമാ ലോകത്ത് പ്രധാനമായിട്ടുള്ള അമ്മ പോലെയുള്ള സംഘടനകൾ, അതിൽ പോലും പരാതി പറഞ്ഞ ആളുകളെ പിന്നീട് അവർക്ക് അവസരം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് നമുക്കൊരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം നമ്മൾ ആരുടെ മുന്നിലാണോ അവതരിപ്പിക്കേണ്ടത്, ആ പ്രശ്നം ആരാണോ പരിഹരിക്കപ്പെടേണ്ടത്, അങ്ങനെ ഒരു സംഭവം എവിടെയുമില്ല. പ്രശ്നങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഭീഷണികളോ ഉണ്ടായാൽ അത് പറയാൻ പറ്റിയ ഒരു വേദി സിനിമാ ലോകത്തില്ല എന്നാണ് അവിടെ മൊഴി കൊടുത്ത ഭൂരിപക്ഷം ആളുകളും പറയുന്നത്. ഇനി ധൈര്യസമേതം ആരെങ്കിലും പോയി ഈ സംഘടനയ്ക്ക് മുന്നിൽ പരാതി കൊടുത്താൽ അവരാകും ഏറ്റവും വലിയ കുറ്റക്കാർ. പിന്നീട് അവരാണ് എല്ലാ ശിക്ഷകളും ഏൽക്കേണ്ടി വരിക. സിനിമാ ലോകത്ത് പിന്നെ അവർക്ക് അവസരങ്ങൾ ലഭിക്കുകയേയില്ല. ഇങ്ങനെ അവസരം നഷ്ടപ്പെട്ട സിനിമാ ലോകത്തോട് ഗുഡ് ബൈ പറഞ്ഞു പോകേണ്ടി വന്ന നിരവധി ആളുകളുണ്ട്. റോഷ്നി, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ സ്ത്രീകൾ മാത്രമല്ല, പല പുരുഷ നടന്മാർക്കും ഇത്തരമൊരു ഗതി വന്നിട്ടുണ്ട്. പല പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും ഇത്തരം തൽപര കക്ഷികളുടെ ഈ മാഫിയ സംഘത്തിൻ്റെ അപ്രീതിക്ക് കാരണമായി അവർക്ക് പിന്നീട് സിനിമാ മേഖലയിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. വർഷങ്ങൾ പോലും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ സിനിമാ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായി. എന്തിനേറെ പറയുന്നു, ഒരു പ്രമുഖ നടൻ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടില്ല എങ്കിൽ പോലും അവർക്ക് ആ നടൻ്റെ അപ്രീതി നേരിടേണ്ടി വരും. അവരെ പിറ്റേ ദിവസം മുതൽ സിനിമയിലേക്ക് വിളിക്കാത്ത സാഹചര്യമുണ്ടാകും. ഇങ്ങനെ കേട്ടാൽ ഞെട്ടലുളവാക്കുന്ന കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്, അവിടെ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും സർക്കാർ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് ഇതിൽ നടപടികൾ എടുക്കേണ്ടതാണ്. പോക്സോ കേസായാലും പോഷോ ആക്ട് അടക്കം എടുത്ത് കേസെടുക്കേണ്ട നിരവധിയായിട്ടുള്ള മൊഴികൾ ഇതിലുണ്ട്. പക്ഷേ സർക്കാർ അതിലേക്കൊന്നും പോയിട്ടില്ല. ഇപ്പോഴും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കോൺക്ലേവ് നടത്തുകയാണ് എന്നാണ് സർക്കാർ പറയുന്നത്. ഇതിൽ ലഹരി ഉപയോഗം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി പല ആളുകളും പറഞ്ഞിട്ടുണ്ട് റോഷ്നി. അവർ പറയുന്നത് ഇപ്പോഴത്തെ സിനിമയ്ക്ക് ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ലഹരി ഉപയോഗിച്ചേ തീരൂ എന്നാണ്. അതായത് ലഹരി ഉപയോഗം ഒരു സാധാരണ സംഗതിയായി സിനിമാ ലോകത്തിനകത്ത് മാറിയിരിക്കുന്നു. അത്
നേരത്തെയും പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. സിനിമാ സെറ്റുകളിലടക്കം പരിശോധന എന്നതടക്കമുള്ള വലിയ കോലാഹലങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പിന്നീട് അതിലേക്കൊന്നും നമ്മുടെ സർക്കാരോ അധികാരികളോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോഴും സിനിമയ്ക്കകത്ത്, സിനിമാ സെറ്റുകൾക്കകത്ത് ലഹരി സുലഭമായി ലഭിക്കുന്നു. പ്രധാനപ്പെട്ട ആളുകളെല്ലാം ലഹരി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ അഭിനയിക്കേണ്ടി വരുമ്പോൾ പല ഘട്ടത്തിലും പലതരത്തിലുള്ള മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. ക്രിമിനൽ സംഘങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇനിയും